എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് DAP കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്താണ് DAP? DAP ഇട്ട് കൊടുത്താൽ ചെടികൾ പൂക്കൾ കൊണ്ട് നിറയുമോ? ഏതൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം? എത്ര അളവിന് ഇട്ട് കൊടുക്കാം? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതിൽ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് കൂടുതലാണ്. അതിൽ നൈട്രജൻ 18%, ഫോസ്ഫറസ് 46% ആണുള്ളത്. ഇതിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് തീരെയില്ല. കൂടാതെ ഇതിൽ സൾഫറും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിയുടെ ഒരു മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഈ ഒരു DAP വളരെയധികം നല്ലതാണ്. ഇത് പല കളറിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കറുപ്പ്, വെള്ള, മഞ്ഞ, നീല, അങ്ങനെ പല കളറിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ 2 ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതും ഒന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തതും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരാത്തതാണ്. ഈ DAP ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടിയിൽ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ ജൈവവളം കൊടുക്കുന്നതിലും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതേപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴാണ്. ഈ DAP കൊടുത്താൽ ശരിക്കും ചെടികൾ വളരുമോ എന്ന് ചോദിച്ചാൽ, ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള 2 പ്രധാന മാക്രോ ന്യൂട്രിയൻസായ നൈട്രജനും ഫോസ്ഫറസും ഈ DAPയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നൈട്രജൻ 18%, ഫോസ്ഫറസ് 46%ആണ് അടങ്ങിയിട്ടുള്ളത്. നൈട്രജൻ നമ്മുടെ ചെടിയെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. ഫോസ്ഫറസ് അതേപോലെ പൂവും കായും ഒക്കെ ഇടാത്ത ചെടികളിൽ ധാരാളം പൂവ് നമ്മൾ ഏത് ചെടിക്ക് ഇട്ട് കൊടുത്താലും അതിൽ നല്ല റിസൾട്ട്, അതായത് എപ്പോഴും ഉണ്ടാവുന്ന പൂവിനേക്കാളിലും ഒരു 3-4 പൂക്കൾ എപ്പോഴുമേ എക്സ്ട്രാ ഉണ്ടാവും. അതാണ് ഈ DAP ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം. നമ്മൾ കൊടുക്കുന്ന DAPയുടെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത്. ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ജൈവവളം നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും അതിന് ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഓരോ ചെടിയുടെ സൈസിനും നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോട്ടിൻ്റെ സൈസിനും അനുസരിച്ച് വേണം എപ്പോഴും DAP ഇട്ട് കൊടുക്കാൻ. നമ്മൾ ആദ്യമായിട്ട് എപ്പോൾ ഒരു ചെടി നട്ടതിന് ശേഷം DAP കൊടുക്കണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചെടി നട്ട് 1 മാസത്തേക്ക് ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ചെടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന് DAP ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ചെടി നന്നായി പിടിച്ച് 1 മാസം കഴിയുമ്പം നമുക്ക് DAP ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ പൂക്കൾ വന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് വന്ന പൂക്കളെല്ലാം കട്ട് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് ആ ചെടിയിൽ തന്നെ നിർത്തി കഴിയുമ്പോൾ ചെടി ഗ്രോത്ത് കുറയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വേണം രണ്ടാമത് നമ്മൾ DAP ഇട്ട് കൊടുക്കാൻ. ഇതൊരു 14 ഇഞ്ച് പോട്ടാണ്. ഇതിനൊരു 10 ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഓരോ 15 ദിവസം കൂടുമ്പോഴും റോസ് ചെടികൾക്ക് നമുക്ക് DAP ഇട്ട് കൊടുക്കാവുന്നതാണ്. റോസ് ചെടിക്ക് മാത്രമല്ല, പൂക്കൾ തരുന്ന ഏതൊരു ചെടിക്കും നമുക്ക് DAP കൊടുക്കാവുന്നതാണ്. തെച്ചിച്ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് പൂക്കൾ ഇട്ട് കഴിഞ്ഞ് ഒരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതേപോലെ മുല്ലച്ചെടിക്കും ഞാനിപ്പോൾ ഈ ഇട്ടേക്കുന്നത് ഒരു 16 ഇഞ്ച് പോട്ടാണ്. അതിൽ ഞാനൊരു 10 ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുല്ലച്ചെടിയിലൊക്കെ നല്ല ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഇതേപോലെ കിട്ടുന്നതാണ്. ഇത് ഞാൻ എൻ്റെ മുല്ലച്ചെടിക്ക് DAP ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം DAP ഇട്ട് കൊടുത്ത് അതിന് ശേഷം കിട്ടിയൊരു റിസൾട്ടാണിത്. പിന്നെ നമുക്ക് ചെമ്പരത്തിക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ബോഗൺവില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ DAP കൊടുക്കാൻ പറ്റിയത് ബോഗൺവില്ല ചെടികൾക്കാണ്. ഓരോ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് ഇതേപോലെ ബോഗൺവില്ല ചെടികൾക്കും DAP ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ കൊടുത്തത് കൊണ്ടുള്ള റിസൾട്ടാണ് ഈ ചെടിയിലെല്ലാം ഇതേപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ നമുക്ക് DAP കൊടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ടെക്കോമ.
ഈ ടെക്കോമ ചെടികളിൽ നമ്മൾ ഈ പൂക്കൾ ഉണ്ടായതിന് ശേഷം സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് DAP ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമുക്ക് DAP ചേർത്ത് കൊടുത്താൽ ഇതേപോലെ നല്ല റിസൾട്ട് നമ്മുടെ ചെടികളിലുണ്ടാകും. അടുത്ത് നമുക്ക് DAP കൊടുക്കാൻ പറ്റിയ ചെടിയാണ് അഡീനിയം. അഡീനിയത്തിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് ഓരോ 15 ദിവസം കൂടുമ്പോഴും നമുക്ക് DAP വളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അഡീനിയം ഇതേപോലെ പൂക്കൾ കൊണ്ട് നിറയാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും DAP അത്യാവശ്യമായിട്ടൊന്നാണ് ഈ അഡീനിയം ചെടികൾക്ക്. ഈ അഡീനിയം ചെടികളൊക്കെ കണ്ടോ, ഇതിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഇത്രയധികം പൂക്കളുണ്ടായത് ഈ DAP വളം കൊടുത്തിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് എന്തിനാണ്? കാരണം പലർക്കും പേടി കാണും, ഏതൊക്കെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, കൊടുത്തു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും എന്ന്. അതുകൊണ്ടാണ് ഓരോ ചെടികൾക്കും പ്രത്യേകം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. ഈ അഡീനിയം ചെടികളൊക്കെ 8 ഇഞ്ച് പോട്ട് 6 ഇഞ്ച് പോട്ടിലൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിനപ്പം നമുക്കൊരു 4-5 ബോൾസ് തന്നെ ധാരാളമാണ്. ഇതേപോലെ ചെറിയ ചെടികളും ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒരു 3-4 അത്രയും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് വളം കൊടുക്കുന്നതിന് മുൻപും ചെടിയുടെ ചുവട് ഒന്ന് നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി വിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ചെടികൾക്കത് ആഗിരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വളം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, DAP ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി നനച്ച് കൊടുക്കണം, നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ ആ ബോൾസ് എല്ലാം അലിഞ്ഞ് കിട്ടത്തുള്ളൂ. അതേപോലെ നമ്മൾ ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. DAP ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നത്. അടുത്ത് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് ഞാൻ DAP നന്നായിട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ നിങ്ങളെടുത്ത് ഇത് നൈറ്റ് ഫുള്ളായി ഇങ്ങനെ വെച്ചേക്കണം. രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടും, ഇത് നന്നായിട്ട് അലിഞ്ഞു കിട്ടും. ഇതിന് ശേഷം നമുക്കിത് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആന്തൂറിയം, അഗ്ലോണിമ അങ്ങനെ ഉള്ള എല്ലാ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും നമുക്ക് ഈ DAP ഫെർട്ടിലൈസർ ഇതേപോലെ ലിക്വിഡ് ഫോമിലാക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടി പൂവിട്ടതിന് ശേഷം DAP ഫെർട്ടിലൈസർ കൊടുക്കരുത്. ചെടി പൂവിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് വിട്ട് അത് കഴിഞ്ഞ് മാത്രമേ DAP ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. അത് ഏത് ചെടിക്കായാലും അങ്ങനെ കൊടുക്കാവുള്ളൂ. റോസ് ചെടിക്കായാലും ഇതേപോലെ ടെക്കോമ എന്ത് ചെടിയായാലും ശരി, ഫ്ലവർ ഇട്ടതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് DAP ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ മാത്രമേ അവിടെ പുതിയ ഇലകൾ, തളിരിലകളെല്ലാം വന്ന് തിരിച്ചും അതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഒരുപാട് പൂക്കൾ ഉണ്ടാകണമെന്ന് കരുതി നമ്മൾ ഒരുപാട് വാരിയിടരുത്. ചെടിയുടെ സൈസും പോട്ടിൻ്റെ സൈസും അനുസരിച്ച് മാത്രമേ നമ്മൾ DAP ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്കിതേപോലെ നല്ല ചെടി ഹെൽത്തി ആയിട്ട് വളരുകയും ധാരാളം പൂക്കൾ ചെടിയിൽ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ. ഒരുപാട് ഇട്ട് കൊടുത്താൽ അത് ചെടി നശിച്ചു പോകും, കാരണം അതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട്. അപ്പോൾ DAPയെക്കുറിച്ചുള്ള സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.